നടിയും മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗായികയുമെല്ലാമായ മനീഷ കേസിനെ മിനിസ്ക്രീൻ പ്രേക്ഷകർ അടുത്തിഷ്ടപ്പെട്ടു തുടങ്ങിയത് ബിഗ് ബോസിൽ താരം എത്തിയ ശേഷമാണ്. ബിഗ് ബോസ് മലയാളം 5-ാം സീസണിലാണ് താരം മത്സരാർത്ഥിയായി എത്തിയത്. ഷോയ്ക്ക് ശേഷം വിവിധ പ്രോഗ്രാമുകളും മറ്റുമായി മുന്നോട്ട് പോകുന്ന മനീഷ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, സ്ത്രീകൾ നേരിടുന്ന പല കാര്യങ്ങളെക്കുറിച്ച് മനീഷ തുറന്ന് സംസാരിക്കാറുണ്ട്. ജോലി ചെയ്ത ശമ്പളം കിട്ടാതിരുന്നതിനെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധി നിത്യജീവിതത്തിൽ സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമെല്ലാമായിരുന്നു മനീഷയുടെ കുറിപ്പ്. ചായ കുടിക്കാനുള്ള നേരമായോ? ചേച്ചിയുടെ ശബ്ദത്തിന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് മെയിൽ വോയിസ് എടുക്കും, പിന്നെ വേറെ കുറെ സിംഗേഴ്സിനെ അനുകരിക്കുമല്ലോ? ഞാൻ ജാനകിയമ്മ പക്ഷെ ഇപ്പൊ എന്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നോണ്ട് അത് ക്ലിയർ. വാണിയമ്മേനൊക്കെ എടുക്കും, സുശീല അമ്മേനെ എടുക്കാറുണ്ട്, ജാനകിയമ്മേനെ എടുക്കാറുണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ സിംഗേഴ്സിനെയും എടുക്കാറുണ്ട്. ഞാൻ പിന്നെ ഒരു അറബിക് ഒരു സിംഗർ ഉണ്ട്, ഡയാന എന്ന് പറഞ്ഞിട്ട്, അവരുടെ പാട്ടുകളൊക്കെ പാടാറുണ്ട്. പ്രേമം വന്നു. അങ്ങനെ ഒരു അനോണിമസ് കോൾ വന്നതാണ് എനിക്ക്. അപ്പൊ അതൊരു സമയം, ഈ അനോണിമസ് കോൾ വരുമ്പോ ഞാൻ രക്ഷപ്പെടാൻ കാണിക്കുന്ന വോയിസ് ആണ് ഈ മെയിൽ വോയിസ്. ഹലോ ആരോ? മനീഷയുടെ നമ്പർ. അപ്പൊ അവര് വെച്ചിട്ട് പൊക്കോളൂ കേട്ടോ. അപ്പൊ ഇതൊരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഈ കുട്ടിയെ കണ്ട് ഒരു തെറ്റിയെ കണ്ട് വിളിച്ചതാ. ഹലോ. അപ്പൊ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി തരുമ്പോ ഞാൻ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, എന്നാലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മള് ഹലോ എന്തോ തന്റെ പേരെന്താ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. എടേ തന്റെ വോയിസ് നല്ല രസമുണ്ട്. ഈ കൊച്ചു വീട് പിന്നെ ഇത് ദിവസം പ്രേമത്തിലായ പ്രേമം പോലെ. അപ്പൊ ഞാൻ ആദ്യം അങ്ങനെ ഒരു തമാശയുടെ പുറത്ത് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി അങ്ങനെ, പിന്നെ കുട്ടീനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി ഭയങ്കര ഒരു ഇമോഷണൽ. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തൊരു തെറ്റാണത്. അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്ര ചെറിയ സമയം കൊണ്ട് ഒരു ശബ്ദം കേട്ടിട്ട് മാത്രം പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ മനസ്സ് കൊടുക്കുക എന്ന് പറയുന്നത്, അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയും കൂടിയായിരുന്നു. എനിക്കറിയാവുന്ന എൻ്റെ അനിയത്തിമാര് അല്ലെങ്കിൽ മക്കളുടെ പ്രായത്തിലുള്ളവരടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ആരാന്ന് അറിഞ്ഞിട്ടാണ് എന്താ. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇപ്പൊ ഞാനൊരു പെണ്ണായിരുന്നു, അപ്പൊ അപ്പുറത്തിരിക്കുന്നത് ആരാണ്? എന്തോരം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ ഈ ഒരു യുഗത്തില്. ഈ FB-യിലൂടെയൊക്കെ വേറെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് പലരും ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോഴേ നമ്മൾ ഒരിക്കലും നമ്മളെ സ്വയം മറന്ന് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയാതെ ചെന്ന് ചാടി കൊടുക്കുന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പൊ ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആ കുട്ടി വന്നു തുടങ്ങിയപ്പോ തന്നെ ഇത് ശരിയാവൂല മക്കളെ, എനിക്ക് മാത്രം ഇതിന് മാത്രം ആരും വന്നിട്ടില്ലല്ലോ. ഒരു മെസ്സേജ് പോലും. ഈ മലയാള സിനിമയിൽ ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ മലയാള സിനിമ ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ്, എൻ്റെ വോയിസ് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇപ്പൊ സീരിയലിലാണെങ്കിലും, പിന്നെ തട്ടിമുട്ടി എന്ന് പറയുന്നത് അത് സ്പോട്ട് ഡബിങ് ആയതുകൊണ്ട് അതാണ്. ബാക്കി എല്ലാ ഫിലിംസിലും എൻ്റെ വോയിസ് തന്നെയാണ്. പക്ഷെ തന്മാത്രയിലും രസതന്ത്രത്തിലും എൻ്റെ വോയിസ് അല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള പടം, അത് വേറെ. കാരണം ഞാൻ ദുബായിന്ന് അന്ന് ഞാൻ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഡബിങ്ങിനായിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് പേരൊക്കെ മറന്നുപോയി, ആർക്കൊക്കെയോ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ സീരിയലിലൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ചേച്ചി, നീ കുറച്ച് ആൾക്കാരുടെ, ചേച്ചിയോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പോവാണ്. ചിലപ്പോൾ ചേച്ചിയായിട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും. അവരെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം വരുന്ന മെമ്മറി ആണ് പറയേണ്ടത്. ഈ തട്ടിമുട്ടി നിങ്ങൾ ഇനി രണ്ടാമത് റീജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്തായാലും മിസ് ചെയ്യാൻ പോകുന്ന KPSC ലളിതനായിരിക്കും. എന്താ KPSC ലളിത എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്? അങ്ങനെ ഞാൻ വിചാരിച്ചത് KPSC ലളിതാമ്മയുടെ ആ മിസ്സിങ്ങിനെ കുറിച്ച് പറയാതിരിക്കുന്നത്. KPSC ലളിതാമ്മനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രുദ്രാക്ഷമാണ്. അതായത് അമ്മയുടെ ഈ സിദ്ധാർത്ഥിന്റെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ അവിടെ പോയപ്പോഴേ അവിടെ രുദ്രാക്ഷമരം ഉണ്ട്. അപ്പൊ എനിക്കിങ്ങനെ കാണിച്ചു തന്നു, ഇതാണ് രുദ്രാക്ഷമരം എന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ അന്ന് കായ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എന്നെ എപ്പോഴും വിളിക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. ഭയങ്കര കാര്യമായിരുന്നു തന്നെ. മഞ്ജുപിള്ള എപ്പോഴും എൻ്റെ അടുത്ത് പറയും, എടി നീ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് മാത്രം എന്നെ ചീത്ത വിളിച്ചിട്ടില്ല, ഒട്ടും ചീത്ത വിളിച്ചിട്ടില്ല. അവിടെ പറഞ്ഞ എല്ലാവരും അമ്മ ദേഷ്യപ്പെടുമായിരുന്നു, പക്ഷെ എൻ്റെ അടുത്ത് മാത്രം അമ്മ ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കല്യാണത്തിന്റെ അന്ന് ഈ രുദ്രാക്ഷമരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. നമ്മൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അമ്മ ഇതിൽ ഇങ്ങനെ കായ് ഉണ്ടാവുമ്പോൾ എനിക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അമ്മ പറഞ്ഞു അടുത്ത തവണ ഇനി കായ് ഉണ്ടാവുമ്പോൾ കൊണ്ട് തരാം കേട്ടോ എന്ന്. അമ്മ മരിച്ചു കഴിഞ്ഞിട്ടേ അമ്മയുടെ വീട്ടില് ചടങ്ങിന് വേണ്ടി പോണ സമയത്ത് കുഴിമാടത്തിൽ
പ്രാർത്ഥനയും പുഷ്പങ്ങളും ഒക്കെ അർപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേ ആ രുദ്രാക്ഷ മരത്തിൽ എൻ്റെ കാലിൻ്റെ ചോട്ടിലുണ്ട് കുറേ രുദ്രാക്ഷം കിടക്കണം. എനിക്കത് അമ്മ പ്രസൻറ്റ് ചെയ്തത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര, എനിക്കിപ്പോഴും പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലാണ്. എനിക്ക് അത് അമ്മ എനിക്ക് തന്നതുപോലെ അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ആളുടെ പേര് പറയട്ടെ, നെട്ടു ചേച്ചി. ഷാലു മേനൻ. ഷാലു മേനനോ? ഷാലു മേനന് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ല. എന്താ മറുപടി പറയാ? ഷാലു മേനനെ പറഞ്ഞ സ്ക്രീനിലൊക്കെ കണ്ട് പരിചയമുണ്ടാവുമല്ലോ, ഒപ്പം സീരിയലിലൊക്കെ അഭിനയിച്ച് പരിചയമുണ്ടാവണല്ലോ. അത്രേ ഉള്ളൂ. അവര് കുറെ വിവാദങ്ങളിൽ പെട്ടു, അത്രയൊക്കെയാണ്. നമ്മൾ എന്ത് കാര്യം, ഈ അല്പജ്ഞാനികളാണ് ഏറ്റവും വലിയ ലോകത്തിന് വലിയ പ്രശ്നമെന്ന് നമ്മൾ പറയാറില്ലേ. ഞാൻ ഒരിക്കലും, എൻ്റെ അടുത്ത് എല്ലാവരും പറയും, മനീഷ ഈ കൊറോണ സമയത്തൊക്കെ ഒരു പരിപാടി ഇല്ലാണ്ട് വീട്ടിൽ ഈച്ചായിട്ടിരിക്കുന്ന സമയത്തേ എല്ലാവരും പറയും നിനക്ക് പഠിപ്പിച്ചൂടെ, പാട്ട് പഠിപ്പിച്ചൂടെ. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പഠിപ്പിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ എൻ്റെ കുറവുകൾ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുറ്റങ്ങളും എൻ്റെ കൂടുതലുകളേക്കാൾ കൂടുതൽ എൻ്റെ കുറവുകളാണ് എനിക്കറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പാട്ട് പഠിപ്പിക്കാൻ പോകില്ല. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ തെണ്ടിത്തരങ്ങൾ എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം, എന്നിട്ട് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല, ശരിയല്ല. ഷാലു മേനോൻ ഞാനിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പ്രശ്നങ്ങൾ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. പ്രത്യേകിച്ച് ഒരു സിനിമാ നടി എന്നുള്ളൊരു ലേബൽ ഭയങ്കരമാണ്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഗായിക എന്ന് പറയുമ്പോൾ ആൾക്കാർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, നടി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്ന് പുരികം ചുളിക്കും. അപ്പം ഈ രണ്ട് കാറ്റഗറിയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ, പ്രത്യേകിച്ച് ഒരു വിരൽത്തുമ്പിലാണ് എല്ലാ വിവരങ്ങളും. അപ്പോൾ കാമുകന് വേണ്ടി കൊച്ചിനെ കല്ലെറിഞ്ഞ് കൊന്നു, കാമുകന് വേണ്ടി തീ കൊളുത്തി കണ്ടം തുണ്ടാക്കി ഏതെങ്കിലും ഒരു നടി ഇങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പെണ്ണുങ്ങളല്ലേ, ഏറ്റവും കൂടുതൽ കുരിശിലേറുന്നതാണ് സിനിമാ നടികൾ. അയ്യോ അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സംഭവിക്കുന്നത്. ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഈവൻ കുടുംബത്തിൽ ഇപ്പം അച്ഛനമ്മേനെ നോക്കാത്ത ഏതെങ്കിലും ഒരു നടിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരാൾ മോശമാവണം എന്നുണ്ടെങ്കിൽ ഇന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്താൽ അവർ മോശക്കാരാവുന്നില്ല. പിന്നെ ഷാലു മേനനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഭാരം തലയിലുണ്ടായിട്ട് പോലും അത് നല്ല പോലെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു ധീര വനിത എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അവരെന്ത് ചെയ്തോട്ടെ, അവരുടെ ലൈഫിൽ അവരെന്ത് തെറ്റ് ചെയ്തോട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ എൻ്റെയൊക്കെ സ്ഥാനത്ത് പാനിക് അറ്റാക്ക് അടക്കം വന്നിരുന്നുവെന്നും അടുത്തിടെ വരെ പലവിധ രോഗങ്ങൾക്ക് താൻ ചികിത്സയിലായിരുന്നുവെന്നും മനീഷ പറയുന്നു. ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു തിരക്കഥ പോലെയാണ്. കുറച്ചേറെ മാസങ്ങളായി പലവക കാരണങ്ങളാലും ദുഃഖിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാനസിക വ്യതകളുടെ കാഠിന്യമേറിയപ്പോൾ ശരീരം അതിന്റെ സ്വതസിദ്ധമായ പ്രതികരണങ്ങൾ കാട്ടിത്തുടങ്ങിയതോടെ ആശുപത്രിവാസങ്ങളും തുടരെയായി. കാശ് കടം വാങ്ങിയവരുടെ ചീത്തവിളികൾ മനസ്സിനെ തെല്ലുന്നുമല്ല ഉലച്ചത്. നീണ്ട 10-15 മാസങ്ങൾക്കുമേറെ സ്ഥിര വരുമാനമില്ലാത്തതിന്റെ വരുമാനമില്ലായ്മ ചിലവിനെ ഒരു തരത്തിലും ബാധിക്കാത്തതും പണിയെടുത്തതിന്റെ കാശ് വായിട്ടലച്ചിട്ടും കിട്ടാത്തതിന്റെ എല്ലാം വൈക്ലഭ്യം ഒരു പാനിക് അറ്റാക്കിലേക്കും മറ്റു പല ശാരീരിക ക്ലേശങ്ങളിലേക്കും വഴിതെളിച്ചപ്പോൾ കൂടെ ആരൊക്കെയുണ്ട് ആത്മാർത്ഥതയോടെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സുവർണ അവസരം കൂടിയായി അത്. പലരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതെയായി. ജീവിതത്തിലെ ആ ഒരു അധ്യായത്തെക്കുറിച്ച് വളരെ വിശദമായി ചിലരെയെല്ലാം പരാമർശിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കുറിപ്പ് ഉടനെ എഴുതും. ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയാണ് ഈ കുറിപ്പ്. ആലോചിച്ചാൽ ഒരു അന്തവുമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ലെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ജീവിതം അതിന്റെ താളക്രമത്തിൽ തനിയെ മുന്നോട്ട് പോകും. കയറ്റിറക്കങ്ങൾ എല്ലാ മനുഷ്യ ജന്മങ്ങൾക്കും ബാധകം തന്നെ. കഷ്ടകാലത്തും കൂടെ നിന്ന ചുരുക്കം ചിലരോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹവും കടപ്പാടും. ഏത് കഷ്ടകാലത്തും പുഞ്ചിരിച്ചു നിൽക്കാനുള്ള കഴിവ് തന്ന ദൈവത്തിന് 100 നന്ദി എന്നായിരുന്നു മനീഷയുടെ കുറിപ്പ്. അതേസമയം സ്ത്രീകൾ ഈ ഒരു ഫീൽഡിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനീഷ പല ഇന്റർവ്യൂകളിലും പോഡ്കാസ്റ്റുകളിലും എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകൾ ഒരു നോ പറയാത്തതിന്റെ ബുദ്ധിമുട്ട് അവർ ഒരുപാട് അനുഭവിക്കുന്നു എന്നും അവസരങ്ങൾക്കായി വാതിലുകൾ മുട്ടാറുണ്ടോ എന്ന മോശം ചോദ്യത്തിന് നിന്റെ അമ്മയോട് പോയി ചോദിക്കുന്നായിരുന്നു അഭിമുഖത്തിൽ മനീഷ നൽകിയ വൈറൽ മറുപടി. അഭിഭാഷകനും യൂട്യൂബറുമായ ഒരാളുടെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി വലിയ ചർച്ചയായിരുന്നു. മനീഷ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും മുൻ ഭർത്താവിനെ കുറിച്ചും ആദ്യമായി മനസ്സ് തുറന്നത് ആ അഭിമുഖത്തിലാണ്.
സ്ത്രീകൾ ഉറച്ച് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കണമെന്നും ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വാതിൽ മുട്ടി അങ്ങനെ അവസരങ്ങൾ തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് താൻ ഒരിക്കലും വന്നിട്ടില്ല എന്നും ഇങ്ങനെ ഒരു ചോദ്യം ഇതൊരു തികച്ചും അന്യായമായ ചോദ്യമാണെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മനീഷ മറുപടി നൽകിയത്. ഒരു ആർട്ടിസ്റ്റിനോടും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് മനീഷ പറയുന്നുണ്ട്. കാരണം ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് വ്യക്തമാണോ എന്നാണ് മനീഷ ചോദിക്കുന്നത്.